അഹ്മദ് മുഹമ്മദ് എന്ന് പേരുള്ള ഒരു മഹാപ്രവാചകന്റെ വരവിനെ കുറിച്ചുള്ള സുവിശേഷ പാഠമാണ് എന്റെ ദൗത്യമെന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല വന്നത്, നിവർത്തിപ്പാനത്ര വന്നത്. ന്യായപ്രമാണത്തിന്റെ വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ലാതെ ലോകാവസാനം വരെ നിലനിർത്തുവാനത്ര ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. എന്റെ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒരു പുതിയ ലോകത്തിന്റെ പ്രവാചകൻ, ആ പ്രവാചകന്റെ പേര് അഹ്മദ് മുഹമ്മദ് എന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ നാം അത് സമാനമായി കാണുകയാണ്. ഈ താരതമ്യം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന ക്രൈസ്തവരും മുസ്ലിങ്ങളുമായ സഹോദരങ്ങളുടെ മനനത്തിനും പഠനത്തിനും വിധേയമാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിലവിലുള്ള ബൈബിളിന്റെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ യേശുക്രിസ്തു പറയുകയാണ് തന്റെ ശിഷ്യന്മാരോട്, അപ്പോസ്തലന്മാരോട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതിനാണ്. എന്റെ വേർപാടിനെ കുറിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, എന്റെ വേർപാടിനെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, എന്റെ വിടവാങ്ങൽ നിങ്ങളെ വേദനിപ്പിക്കേണ്ടതില്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരികയില്ല. ആ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിലേക്ക് വരികയും ആ കാര്യസ്ഥൻ സത്യാത്മാവാകുന്ന ആ കാര്യസ്ഥൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുകയും ചെയ്യും. പാപത്തെക്കുറിച്ച്, നീതിബോധത്തെക്കുറിച്ച്, ന്യായവിധി നാളിനെ, അന്ത്യനാളിനെ കുറിച്ച് നിങ്ങളെ ആ കാര്യസ്ഥൻ എന്ന സത്യാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തും, ഓർമ്മപ്പെടുത്തുമെന്ന് സ്വന്തം അപ്പോസ്തലന്മാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തു പറയുന്നതായി ബൈബിളിന്റെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ പ്രയോഗിച്ചിട്ടുള്ള വാക്കുകൾ ചരിത്രകാരന്മാർ പഠനവിധേയമാക്കിയിട്ടുണ്ട്. സെമിറ്റിക് മതങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ചരിത്രകാരന്മാർ ബൈബിളിലെ കാര്യസ്ഥൻ എന്ന് മലയാളത്തിൽ അർത്ഥം നൽകിയിട്ടുള്ള പ്രയോഗത്തെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചപ്പോൾ ബൈബിളിലെ മലയാളം വെർഷനിൽ, മലയാളത്തിന്റെ പതിപ്പിൽ തന്നെ കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവ്, സ്തുത്യർഹൻ, അങ്ങനെ പല പ്രയോഗങ്ങളും നടത്തപ്പെട്ടതായി കാണാൻ കഴിയും. ഇംഗ്ലീഷിലെ ബൈബിളിൽ കംഫർട്ട്, അഡ്വക്കേറ്റ്, അങ്ങനെ പല പ്രയോഗങ്ങളും കാണാൻ സാധിക്കും. എന്നാൽ പഴയ ബൈബിളിലെ ഹിബ്രു ടെക്സ്റ്റിന്റെ പ്രയോഗം പെരിക്ലിറ്റോസ്, പാരക്ലീറ്റസ് എന്നാണ്. ആദ്യകാലഘട്ടത്തിൽ മലയാള ഭാഷാ നിഘണ്ടു രചിച്ച ഹെർമൻ ഗുണ്ടറ്റിനെ പോലെയുള്ള ക്രൈസ്തവ മത നേതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ബൈബിളിൽ ആ പെരിക്ലിറ്റോസ് എന്ന വാക്കിന് സമാനമായി അതേ രൂപത്തിൽ തന്നെയാണ് അർത്ഥകൽപ്പന നൽകിയിട്ടുള്ളത്. പാറക്കലീത്ത പാരാക്ലീറ്റസ് എന്നാണ്. എന്താണ് പെരിക്ലിറ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം? സ്തുത്യർഹൻ, സ്തുതിക്കപ്പെട്ടവൻ എന്നാണ്. ആ വാക്കിന്റെ സമാനമായ അറബി പ്രയോഗമാണ് മുഹമ്മദ്, അഹമ്മദ് എന്ന്. ഈ ഖുർആനിന്റെ വചനം 61-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട്, ഓതിക്കൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബി തന്റെ സമൂഹത്തെ പഠിപ്പിച്ചു, ആ സ്തുതിക്കപ്പെട്ടവൻ ഞാനാണ്, മുഹമ്മദും അഹമ്മദും ഞാനാണ് എന്ന് പ്രവാചക തിരുമേനി തന്റെ സമൂഹത്തെ പഠിപ്പിച്ചതായി സ്വഹീഹായ ഇസ്ലാമിക ഹദീസ് പാഠങ്ങളിൽ കാണാൻ നമുക്ക് കഴിയും. ആ പ്രവചിക്കപ്പെട്ട പ്രവാചകനെ കുറിച്ച്, മുഹമ്മദ് നബിയെ കുറിച്ച് സുവിശേഷ വാർത്ത യേശുക്രിസ്തു ബൈബിളിൽ പഠിപ്പിച്ചു.